ഇന്ന് നമുക്ക് പഠന വൈകല്യം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്ന് നോക്കാം. പലരിലും കേട്ടിട്ടുണ്ട്, എൻ്റെ കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ടോ എന്ന് പല രക്ഷിതാക്കൾക്കും സംശയമുണ്ട്. എന്നാൽ എന്താണ് പഠന വൈകല്യം അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്നത് പലരും തെറ്റിദ്ധാരണയാണ്, പലർക്കും തെറ്റിദ്ധരിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പഠന വൈകല്യം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ പഠിക്കാത്തത്, എല്ലാ കുട്ടികളും പഠിക്കാത്ത കുട്ടികളെ പൊതുവെ എല്ലാ പേരൻസും പറയും എൻ്റെ കുട്ടി അവന് പഠിക്കാൻ ബുദ്ധിയൊന്നുമില്ല. പക്ഷേ അങ്ങനല്ല. പഠന വൈകല്യമുള്ള കുട്ടികളിൽ അവർക്ക് പഠിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ എനിക്ക് പഠിക്കേണ്ടെന്ന് വെച്ചിട്ടോ അല്ല അവർ പഠിക്കാത്തത്. അവർക്ക് പഠിക്കാൻ നല്ല ബുദ്ധിയുണ്ട്, പഠനത്തിലൊഴികെ ബാക്കി എല്ലാ കാര്യത്തിലും നല്ല ബുദ്ധിയുണ്ട്. നമ്മൾ അവരെ കുറ്റം പറയും, നിനക്ക് ബാക്കി എല്ലാ കാര്യവും ചെയ്യാൻ അറിയാമല്ലോ, നിനക്ക് എന്താ പിന്നെ പഠിക്കാൻ പറ്റാത്ത എന്ന് മിക്ക പേരൻസും, ഇത് കേട്ടോണ്ടിരിക്കുന്ന മിക്ക പേരൻസും ഈ ചോദ്യം കുട്ടികളോട് ചോദിച്ചിട്ടുമുണ്ട്. അപ്പം നമുക്ക് ഈ പഠന വൈകല്യമുള്ള കുട്ടികളിൽ സാധാരണ കുട്ടികളെക്കാളും IQ നോർമലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം അവർക്ക് എല്ലാ കാര്യത്തിലും ബുദ്ധി ഉണ്ടാവും. പക്ഷേ അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സാധാരണ കുട്ടികളെ പോലെ അവരുടെ തലച്ചോറിൽ അത് കയറുന്നില്ല. അവരുടെ തലച്ചോറ് അവർക്കത് പറഞ്ഞു കൊടുക്കുന്നത് വേറൊരു തരത്തിലാണ്. അതുകൊണ്ടാണ് ആ കുട്ടികൾക്ക് ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭാഗം പഠിക്കാൻ പറ്റാതെ വരുന്നത്. ഇപ്പം കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, ചില കുട്ടികൾക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റിനും ഫസ്റ്റ് ആയിരിക്കും, മാത്സിന് മാത്രം മാർക്ക് കുറയും. മാത്സ് ഒരു തരത്തിലും അവന് എത്രയൊക്കെ നമ്മൾ ഇത് ചെയ്താലും അവന് പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റില്ല. അതിന് കാരണം ആ കുട്ടിയുടെ ലേണിംഗ് ഡിസബിലിറ്റി കൊണ്ട് ആകാം. അപ്പോൾ അത് വേറൊരു റീസൺ പറയുകയാണെങ്കിൽ, ചില കുട്ടികൾ മാത്സ് നല്ലപോലെ ചെയ്യും, ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. ലാംഗ്വേജ് എത്ര പഠിച്ചാലും മനസ്സിലാകത്തില്ല, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി അങ്ങനെയുള്ള ലാംഗ്വേജ് സബ്ജക്റ്റ്. ചില കുട്ടികൾ നല്ല രീതിയിൽ എല്ലാം പഠിക്കും, പക്ഷേ ആ പഠിച്ച കാര്യങ്ങൾ നല്ലപോലെ പറഞ്ഞ് കേൾപ്പിക്കും, പക്ഷേ എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് വായിക്കാൻ പറ്റില്ല. നമ്മളൊരു കാര്യം വായിക്കാൻ പറഞ്ഞാൽ വായിക്കില്ല. അപ്പോൾ ഇതുപോലുള്ള പല തരത്തിലുള്ള ലേണിംഗ് ഡിസബിലിറ്റി നമുക്ക് ചുറ്റിനുമുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികളെ കുറ്റപ്പെടുത്താതെ അവർക്ക് എന്തെങ്കിലും പഠന വൈകല്യങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിച്ച് അവരെ ചികിത്സിക്കാൻ നോക്കുക. അപ്പോൾ പലതരം ലേണിംഗ് ഡിസബിലിറ്റി എന്തൊക്കെയാണെന്ന് ഇനിയുള്ള വീഡിയോസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളെ കേൾക്കാൻ ഞങ്ങളുണ്ട്. ഞങ്ങൾ ഇന്നഫ് വെൽനസ്. താങ്ക് യു.